24 ബ്രേക്കിംഗ് ന്യൂസ്. പുനലൂരിൽ UDF-ലെ തർക്കം അവസാനിക്കുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് പിന്മാറും. വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടു. ലീഗ് നേതാക്കൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടന്നും. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി വിവരങ്ങൾ നൽകും. പറയൂ സൂര്യഗായത്രി. UDF-നെ സംബന്ധിച്ചിടത്തോളം പുനലൂർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ തലവേദന ഉണ്ടാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയതാണ്. അവിടെ ഇപ്പോൾ അനുനയ നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡ് നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതായത് സീറ്റ് ലീഗിന് നൽകിയതിൽ വലിയ പ്രതിഷേധം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉയർത്തുകയും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നെൽസൺ സെബാസ്റ്റ്യൻ പ്രചാരണമൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ KC വേണുഗോപാൽ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് വിവരം മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പിന്മാറിയേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിർണായകമായിട്ടുള്ള യോഗങ്ങൾ പുനലൂരിൽ ഇന്നിപ്പോൾ നടക്കാനിരിക്കുകയാണ്. 11 മണിക്ക് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പുനലൂർ നിയോജക മണ്ഡലം UDF നേതൃയോഗവും ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ രാവിലെ ചേരുന്ന യോഗത്തിൽ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഈ യോഗത്തിൽ കൈക്കൊള്ളും. അതിനുശേഷം സ്വീകരിക്കേണ്ട നടപടികളായിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള നേതൃയോഗത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം ലീഗ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ട് UDF-ന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ലീഗിന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് പ്രചാരണം ആരംഭിക്കാൻ പോകുന്നു, പ്രചാരണ തിരക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുനലൂരിലെ തലവേദന ഒഴിയുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറിലും നമുക്ക് ലഭിക്കുന്നത്. സീറ്റ് കോൺഗ്രസിന് തന്നെ വേണം എന്നുള്ള ആവശ്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പുനലൂരിന് പകരം ചടയമംഗലം വേണമെന്നുള്ള ആവശ്യം ലീഗ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പുനലൂരിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം പ്രാദേശിക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. എന്തായാലും അനുനയത്തിലേക്ക് കടക്കുന്നു പുനലൂരിലെ UDF-നകത്തുണ്ടായിരുന്ന വിഷയങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.